മക്കത്ത് തറാവീഹ് 20 ഉണ്ടല്ലോ എന്നാണ്. മക്കയിൽ തറാവീഹ് ഇന്ന് നടക്കുന്നത് 20 പല കാലഘട്ടങ്ങളിൽ പല രൂപത്തിൽ അവിടെ നമസ്കാരങ്ങൾ നടന്നു വന്നിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു? അല്ലാഹു റസൂലിന്റെ കാലഘട്ടത്തിൽ, സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ എല്ലാം അവിടെ തറാവീഹ് 11 റക്അത്താണ്. അത് വ്യക്തമായ ഹദീസിൽ സ്ഥിരപ്പെട്ട് കിടക്കുന്നു. പിന്നീട് കാലക്രമേണ ആളുകൾ ദീർഘമായി നിസ്കരിക്കാൻ കഴിയാത്ത ദുർബലത അനുഭവപ്പെട്ടപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് സലാം വീട്ടി അങ്ങ് നിസ്കാരത്തിന്റെ റക്അത്തിന്റെ എണ്ണം വർദ്ധിക്കുന്ന ഒരു പ്രവണത പിന്നീട് വന്നു. അതാണ് ഇമാം മാലിക് പറഞ്ഞത്, വലാ അദ്രി മിൻ ഐന ഉഹ്ദിസ ഹാദാ റക്ഊൽ കസീർ. അധികമുള്ള റക്അത്തുകൾ എവിടെ നിന്ന് വന്നുവെന്ന് എനിക്കറിയില്ല എന്ന് ഇമാം മാലിക് പറഞ്ഞത് അപസ്തത്രത്തിലാണ്. ആ കാലഘട്ടം മുതൽ വ്യത്യസ്ത എണ്ണം ഉണ്ടായിട്ടുണ്ട്. 20 എന്നുള്ളതല്ല, വ്യത്യസ്ത എണ്ണങ്ങൾ. അല്ലാഹു റസൂലിന്റെ കാലത്തുള്ള ശൈലി, ഇശാ നിസ്കാരം കഴിഞ്ഞ് സുന്നത്തും കഴിഞ്ഞാൽ നേരെ നിസ്കാരം ആരംഭിക്കുന്നു. ദീർഘമായി ഖുർആൻ ഓതി നബി തങ്ങൾ നിസ്കരിക്കുന്നു. 3 ദിവസമാണല്ലോ ജമാഅത്തായി നിർവഹിക്കുന്നത്. ആ നമസ്കാരം അവസാനിക്കുമ്പോഴേക്ക് ഏകദേശം സുബഹിയോടടുക്കുന്നു. ഞങ്ങൾക്ക് അത്താഴം കഴിക്കാൻ സമയം കിട്ടുകയില്ല എന്ന് ഭയപ്പെട്ട് ഞങ്ങൾ വീട്ടിലേക്ക് ഓടുമായിരുന്നു എന്ന് സഹാബിമാരെ പറയുന്നു. അതാണ് അന്നത്തെ നിസ്കാരം. ഉമർ ഖത്താബിന്റെ കാലത്ത് ജമാഅത്ത് നടപ്പാക്കിയപ്പോഴും ഏകദേശം അങ്ങനെ തന്നെയായിരുന്നു. ഇമാം മാലിക് തന്റെ മുവത്തയിൽ ഉദ്ധരിച്ച ഹദീസ്. ഇമാം നിൽക്കുന്ന ആളുകൾ 100 കണക്കിന് ആയത്തുകൾ ഓരോ റക്അത്തിലും ഓതുമായിരുന്നു. ഞങ്ങൾ വടിയിലും കയറിലുമൊക്കെ ഞങ്ങൾ എന്നിട്ട് താരി നിൽക്കാറുണ്ട് ക്ഷീണം പറ്റിയിട്ട് എന്ന് അതിൽ പങ്കെടുത്ത ആളുകൾ പറയുന്നു. അതാണ് അന്നത്തെ നിസ്കാരം. പിന്നെ ആളുകൾ കാലം മുന്നോട്ട് പോന്നു. അത്രയധികം ദീർഘമായി നിൽക്കാൻ പ്രയാസമായപ്പെട്ടപ്പോൾ അവർ ആ സമയം പാലിച്ചു. എന്നാൽ അവർ നിസ്കരിക്കും, കുറേ ഖുർആൻ നിസ്കരിക്കും. ക്ഷീണം വരുമ്പോൾ റുകൂഇലേക്ക് പോയി അത്തഹിയ്യാത്തിൽ ഇരുന്ന് അങ്ങനെ സലാം വിളിക്കും. റക്അത്തിന്റെ എണ്ണം അവർ പരിഗണിച്ചില്ല. അപ്പൊ ചില ദിവസം 11 ആകും, ചിലപ്പോൾ 15 ആകും, ചിലപ്പോൾ 19 ആകും, ചിലപ്പോൾ 35 ആകും. അങ്ങനെ പല രൂപത്തിൽ. ഇമാം ഷാഫി പറഞ്ഞു, ഞാൻ മക്കയിൽ 20 കണ്ടു, മദീനയിൽ 36 കണ്ടു. ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് ന്യായം പറഞ്ഞത്, ഖിറാഅത്ത് ദീർഘിക്കുമ്പോൾ റക്അത്ത് കുറയുന്നു, ഖിറാഅത്ത് കുറയുമ്പോൾ റക്അത്തിന്റെ എണ്ണം കൂടുന്നു. വൽ അവ്വലു അഹബ്ബു ഇലയ്യ, ആദ്യത്തേതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അഥവാ ഖിറാഅത്ത് ദീർഘിക്കുക, റക്അത്തിന്റെ എണ്ണം കുറയുക, അതാണ് എനിക്കിഷ്ടം. അങ്ങനെയാണ് ആ എണ്ണം കൂടിയത് എന്ന് ഇമാം ഷാഫി പറഞ്ഞത്. ഇമാം ബൈഹഖി ഉദ്ധരിച്ചതായിട്ട് ഇമാം അസ്ഖലാനി തന്റെ ഫത്ഹുൽ ബാരിയിൽ 6-ാം വാള്യത്തിൽ കിതാബ് തറാവീഹിന്റെ ചർച്ചയിൽ രേഖപ്പെട്ടത് കാണാൻ സാധിക്കുന്നു. അപ്പൊ അതാണ് തുടക്കം. അത് പിൽക്കാലത്ത് കാലക്രമേണ പല രൂപത്തിൽ വന്നു. ഇമാം തുർമുദി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അക്സറു മാ ഖീല ഫീഹി അന്നഹു 41. അതിൽ പറഞ്ഞു കേട്ടതിൽ ഏറ്റവും അധികം കേട്ടത് 41 ആകുന്നു. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. 39 ഉദ്ധരിക്കപ്പെടുന്നു. 54 വരെ അതുമായി ബന്ധപ്പെട്ട് ഉദ്ധരിക്കപ്പെട്ടത് ഇമാം അസ്ഖലാനി ഫത്ഹുൽ ബാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത എണ്ണം ഉണ്ടായിട്ടുണ്ട്. അത് സുന്നത്ത് നോക്കി പ്രമാണം നോക്കി ചെയ്തതല്ല. ഈ ഒരു ന്യായമാണ് പണ്ഡിതന്മാർ കണ്ടത്. തറാവീഹ് 11 എന്നും സുന്നത്ത് 11 എന്നും വിശ്വസിക്കുകയും എന്നാൽ ദീർഘമായി നിൽക്കാൻ പ്രയാസമുള്ളപ്പോൾ സ്വതന്ത്രമായ ഇബാദത്തല്ലേ, സുന്നത്തല്ലേ, അത് ദീർഘിക്കുന്ന, അത് എണ്ണം വർദ്ധിക്കുന്ന വിരോധമില്ല എന്ന ന്യായം പറഞ്ഞുകൊണ്ട് എണ്ണം പരിഗണിക്കാതെ ആ സമയം അവർ പാലിച്ചു പോന്നു. അങ്ങനെ വ്യത്യസ്ത എണ്ണങ്ങൾ വന്നു. അതേപോലെ ഒരേ സമയത്ത് വ്യത്യസ്തങ്ങളായ ജമാഅത്തുകൾ നടന്ന സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്. 4 ജമാഅത്ത് 6 ജമാഅത്ത് വരെ ഒരേ സമയത്ത് നടന്നത് നമുക്കവിടെ കാണാൻ കഴിയും. മാത്രവുമല്ല, സ്വലാത്തു തറാവീഹി മിൻ അക്സറ മിൻ അൽഫ് ആമിൻ ഫിൽ ഹറമൈൻ എന്ന കിതാബ് കാണാൻ പറ്റും. 1000 വർഷത്തിലധികം ഇരു ഹറമിലെ തറാവീഹിന്റെ ചരിത്രം എന്ന പേരിൽ ഒരു ഗ്രന്ഥമുണ്ട്. 1000 കൊല്ലം 2 ഹറമിൽ തറാവീഹ് എങ്ങനെ നടന്നു, ഈ പറയപ്പെട്ട എല്ലാ അഭിപ്രായങ്ങളും അതിൽ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പിൽക്കാലത്തിൽ ഏകീകരണം വന്നപ്പോൾ 20 ഏകീകരിച്ചു എന്ന് മാത്രമേ പിന്നീട് ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് മാത്രം മതത്തിൽ അത് സുന്നത്തായി മാറുകയില്ല. ഇന്നും അവിടെ 20 കഴിക്കുന്ന ആളോട് ചോദിച്ചാൽ അവർ പറയും 20 സവിശേഷമൊന്നുമില്ല, സുന്നത്ത് 11, ഹദീസ് 11, കൂടുന്നതിന് വിരോധമില്ല. നമ്മുടെ നാട്ടിൽ തിരിച്ചാണ്. തറാവീഹ് 20, കൂടാനും പറ്റില്ല, കുറയാനും പറ്റില്ല. അതാ പ്രശ്നം. ഇവിടെ 11 സ്കെച്ചാൽ കുഴപ്പമാണ്, ബാക്കി വെട്ടിച്ചുരുക്കി തുടങ്ങി. ഇനി സുന്നിപ്പള്ളിയിൽ പോയിട്ട് 35 സ്കെച്ച് നോക്കുക, ആകെ പ്രശ്നമാണ്.
ഇവിടെ കൂടാനും കുറയാനും പറ്റില്ല. 20 സവിശേഷത കൽപ്പിക്കുകയും അതാണ് സുന്നത്ത് വിശ്വസിക്കുകയും അതിനപ്പുറവും ഇപ്പുറവും പോകൽ വിദഅത്തായി കാണുകയും ചെയ്യുമ്പോൾ ഈ 20 വിദഅത്തായി മാറും. ആ 20 സവിശേഷത കൽപ്പിച്ചു, അതാണ് സുന്നത്ത് എന്ന് വാദിച്ചു. അത് 11 നിസ്കരിക്കുന്നത് പോലും അതിന് വെട്ടിച്ചുരയ്ക്കതാണ് എന്ന വാദം കൊണ്ടുവന്നു. അങ്ങനെ വരുമ്പോൾ ആ 20 വിദഅത്തായി മാറുന്നു. അതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുക. ഏതായിരുന്നാലും അല്ലാഹുവിന്റെ റസൂലിന്റെ നടപടിക്രമം, സ്വഹാബത്തിന്റെ നടപടിക്രമം, അതാണ് അത് നമുക്ക് പിൻപറ്റാൻ ഏറ്റവും അനുഗുണമായിട്ടുള്ളത്. അത് 11 എന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല എന്നുകൂടി കൂട്ടത്തിൽ മനസ്സിലാക്കുക. അതിൽ നമ്മൾ നിലകൊള്ളുക, അതാണ് നമുക്ക് ഏറ്റവും അഭികാമ്യം. അല്ലാഹു അഅലം.